സ്ക്രീൻ കാണുന്നു വിശ്വസിക്കുന്നു. സ്ക്രീൻ കാണുന്നില്ലേ? യെസ് ഓർ നോ? അതിന്റെ കണ്ണിൽ പറഞ്ഞപ്പോ ഓക്കെ. സോ നമുക്ക് വീട്ടിൽ പോവാം. അപ്പോ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ വരുന്നത്, അക്കൗണ്ട് വരുന്നത്. സോ ഫസ്റ്റ് ആണ് നമ്മൾ ഇവിടെ വന്നാൽ ചെയ്യേണ്ടത്, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യമാണ്. സോ ഇതിന്റെ CSV ഫയൽ നിങ്ങൾക്ക് തരുന്നതാണ്. പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൽ ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇമ്പോർട്ട്. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഷോപ്പിഫൈ ഫോർമാറ്റഡ് CSV ഫയലിൽ നിന്നുണ്ടാവും, ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക, ആഡ് ഫയൽ കൊടുക്കുക. സോ നമുക്ക് ഡോക്യുമെന്റിൽ പോയി നമ്മുടെ ഫയൽ ഉണ്ടാവും. സോ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് വന്ന ഫയൽ ഉണ്ടാവും, ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് ആൻഡ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് പ്രൊഡക്ട്സ് കൊടുക്കുക. Take some time complete. If you can close the dialog box and continue working. അതായത് നമുക്ക് ഇതിന്റെ ബാക്ക് അടിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. തന്നെ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് ആഡ് ആയിക്കോളും എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഇത് ബാക്ക് അടിച്ചു, ഇനി തന്നോടെ പ്രൊഡക്റ്റ് ആഡ് ആയിക്കോളും. ആക്ച്വലി ഈ ഒരു 30 പ്രൊഡക്ട്സ് എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാല്, കേൾക്കുന്നില്ല പറയുന്നത്? ഈ 30 പ്രൊഡക്ട്സ് എന്തിനാ കറന്റ് ആഡ് ചെയ്യുന്ന വെച്ചാല്, ഒരു വെബ്സൈറ്റ് ആവുന്ന സമയത്ത് ഒരു 1 പ്രൊഡക്റ്റ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഞാൻ ഈ ഒരു 30 പ്രൊഡക്ട്സ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഈ 30 പ്രൊഡക്ട്സ് ഇതിൽ ആഡ് ചെയ്യുക. സോ അതിനനുസരിച്ചുള്ള വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് പ്രശ്നമല്ല. സോ 30 പ്രൊഡക്ട്സിന്റെ പുറത്തായിരിക്കാം നിങ്ങൾ വേറൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് ചെയ്യേണ്ടത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. പ്രൊഡക്റ്റ് ഒക്കെ ആഡ് ചെയ്യാൻ വരും ക്ലാസ്സിൽ അതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻ ചെയ്താൽ കാണാൻ പറ്റും പ്രൊഡക്റ്റ് ആഡ് ആവുന്നത്. പ്രൊഡക്റ്റ് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടോട്ടൽ ആഡ് ആയിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് ആഡ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ കുറച്ച് കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, കളക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് മുന്നേ നമുക്ക് ഇന്ന ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. ഫസ്റ്റ് ആണ് ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഇവിടെ അബൌട്ടസും കോൺടാക്ടേഴ്സും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ഇതെന്താ ഇവിടെ ഈ പണി ചെയ്യുന്ന വെച്ചാൽ, നമുക്ക് ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് പിന്നെ സെറ്റിംഗ്സ് പണിയിലോട്ട് പോകാതിനാണ്. ഓക്കെ, സോ അതിന് ഓൺലൈൻ സ്റ്റോർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പേജസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കോണ്ടാക്ട് ഓൾറെഡി ഉണ്ട്, ഇനി കോണ്ടാക്ടേഴ്സ് ആക്കി കൊടുക്കണം. ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം C ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, അതേപോലെ U ക്യാപിറ്റൽ ലെറ്ററും US ഇങ്ങനെ ആയിരിക്കണം വരുന്നത്. കണ്ടന്റ് നമ്മൾ ChatGPT എന്നാണ് എടുക്കുന്നത്. ഹിഡൻ ആൻഡ് വിസിബിൾ എന്നുണ്ടാവും, ഇത് വിസിബിൾ ആക്കി കൊടുക്കാനും മറക്കരുത്. ഓക്കെ, കോൺടാക്ടേഴ്സ് അബൌട്ടേഴ്സ് നമുക്ക് അറിയില്ല. അബൌട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു സ്റ്റോർ, അതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം. കോൺടാക്ടേഴ്സ് പറഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഓക്കെ, സോ ChatGPT എടുക്കുക. അതിനുശേഷം കോണ്ടാക്ടേഴ്സ് കൊടുക്കുക. സ്റ്റോർ നെയിം എന്തായിരുന്നു, ഒരു മിനിറ്റ്, അർബൻ ലോട്ട്. ഡ്യൂട്ടി മൈ ഓൺലൈൻ സ്റ്റോർ കൊടുക്കുക.
provide contact us in short purpose. ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ തന്നെ ഓപ്ഷൻ വരും. ഇത്ര ഉണ്ടാവും, ചിലയിൽ ഉണ്ടാവും, ചിലയിൽ ഇത്ര തോന്നെ ഉണ്ടാവില്ല. ആൻഡ് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എത്ര മതി. ഓക്കെ, കോണ്ടാക്ട് ചെയ്യാനല്ലേ, ജസ്റ്റ് ഇമെയിൽ ഐ ഡിയും കുറച്ച് ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ഫോൺ നമ്പർ വരല്ലേ ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വേറെ എന്താ, ഇമെയിൽ ഐ ഡി ഒന്ന് കോപ്പി ചെയ്യാൻ പോകാനാണ്. ഓക്കെ, ഇമെയിൽ ഐ ഡി കൊടുക്കണം നിർബന്ധമായിട്ട്. ഒരു കസ്റ്റമറിന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ഐ ഡി നിർബന്ധമായിട്ടും കൊടുക്കണം. ഇവിടുന്ന് കോപ്പി ചെയ്യാൻ പറ്റുമോ അറിയില്ല, ഒരു മിനിറ്റ്. ഓക്കെ, അവിടെ കോപ്പി ചെയ്യണ്ട. സോ ഇവിടെ വന്ന് ജനറൽ നമ്മൾ ഓൾറെഡി ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കോപ്പി ചെയ്യുന്നു. എനിക്ക് ഇമെയിൽ ഐ ഡി അറിയുന്നെങ്കിൽ അവിടെ തന്നെ അടിച്ചു കൊടുക്കട്ടെ. എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് അടിച്ചത്. അതൊന്നും വിചാരിക്കല്ല. പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ കറല്ലേ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്ര ജസ്റ്റ് കോൺടാക്ടേഴ്സിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. സേവ് കൊടുക്കുക. സേവ് കൊടുക്കുക. കോൺടാക്ടേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിസിബിൾ അല്ലേ ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഇവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ബാജസിൽ. സോ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് ബാജ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അബൌട്ടസ് കൊടുക്കുക. എ ക്യാപിറ്റൽ ലെറ്ററും അബൌട്ടസ്. സോ അബൌട്ടസ് പറഞ്ഞാൽ അറിയാലോ, നമ്മളെ സ്റ്റോറിനെ കുറിച്ചുള്ള വിവരണമാണ് അബൌട്ടസ് എന്ന് പറയുന്നത്. Provide about my online store. എന്ത് സ്റ്റോർ ആണെന്നോട് കൊടുത്തോ? ഗാഡ്ജറ്റ് സ്റ്റോർ. ഓക്കെ, ഇത്രയും മതി. വലിയ വിവരമൊന്നും വേണ്ട. ഓക്കെ, അതിനുശേഷം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബോർഡ്സിന് അടിക്കുമ്പോൾ തന്നെ ഇത് വേണ്ട, ഹൈഡ് ആൻഡ് വിസിബിൾ എന്നുണ്ടാവും. വിസിബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്യാം. അപ്പൊ രണ്ടെണ്ണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ. അപ്പൊ ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇത് ഓക്കെ അല്ലേ പറഞ്ഞത്? ഇത് ഓക്കെ അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ആഡ് ആയി. ഇനി ഇവിടെ കുറച്ച് കളക്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. പ്രൊഡക്റ്റ് നമ്മൾ ഓൾറെഡി മൊത്തം ആഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അതിന് മുന്നേ കുറച്ച് കളക്ഷൻസ് നെയിം നമുക്ക് ChatGPT എടുക്കാം. ഗാഡ്ജറ്റ് സ്റ്റോർ കളക്ഷൻ നെയിം. ടെക് എസെൻഷ്യൽ സ്മാർട്ട് ലിവിംഗ്. സോ കുറച്ച് നെയിം എടുക്കുന്നുണ്ട്. ടെക് എസെൻഷ്യൽ, ടെക്കിന്റെ ഭാഗമായിട്ടാണ് ഗാഡ്ജറ്റ് വരിക. ഞാൻ 3 വിഭാഗമായിട്ട് എടുക്കുകയാണ്. കിച്ചൺ ഐറ്റംസ്, അതേപോലെ കിച്ചൺ ഐറ്റംസും, അതേപോലെ കിച്ചൺ ഐറ്റംസും, ഫോൺ ആക്സറീസ്, ഈ 2 എക്സ്ട്രാ എടുക്കുന്നുണ്ട്. സ്മാർട്ട് കിച്ചൺ ഫിക്സ് ജസ്റ്റ് എടുക്കുന്ന ഫസ്റ്റ് കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്കിപ്പോ പ്രൊഡക്ട്സിൽ വന്നിട്ടുള്ളത് ഇവിടെ താഴെ കാണാൻ പറ്റും കളക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ജസ്റ്റ്
ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആഡ് കളക്ഷൻ കൊടുക്കുന്നു. പക്ഷെ കിച്ചൺ ഐറ്റംസ് മാത്രം ഒന്നില്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ കളക്ഷന് ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോ കിച്ചൺ ഐറ്റംസ് ആണെങ്കിൽ കിച്ചണായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ, നിർബന്ധമില്ല. ഓക്കെ, സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ടെൻ കൊടുക്കുക. അതിനുശേഷം ബ്രൗസ് ചെയ്ത് കൊടുക്കുക. കിച്ചൺ ഐറ്റംസ് ഏതൊക്കെയാ വെച്ചാല് ഇത് കിച്ചൺ ഐറ്റം ആണ്, മോമോസ് ഉണ്ടാക്കുന്ന കിച്ചൺ ഐറ്റം ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ് എങ്ങനെയാണ് അവരെ ആഡ് ചെയ്യുന്നത്. കിച്ചൺ ഐറ്റംസ് ആയിട്ട് അങ്ങനെ ഐറ്റം ഇല്ല തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 പ്രൊഡക്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും. കാരണം കളക്ഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രൊഡക്റ്റ് വേണം. ഓക്കെ, സേവ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് നമുക്ക് കളക്ഷൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യണം. കളക്ഷൻ ക്രിയേറ്റ് ചെയ്യണ ഞാൻ കണക്കുന്ന ശ്രദ്ധിച്ച് നോക്കട്ടോ. ഓക്കെ, ഇത് അപ്ഡേറ്റ് ചെയ്യാൻ, മെനുവിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നത് വേറെ കണ്ട. നെക്സ്റ്റ് നമ്മള് വീണ്ടും ആഡ് കളക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം ChatGPT നെക്സ്റ്റ് ഒരു മൊബൈൽ മോഡ്, അർബൻ കണക്ട്, ചാർജ് ആൻഡ് ഗോ, ഗിയർ ആൻഡ് മൊബൈൽ, സ്മാർട്ട് ചാറ്റ് ഇത് കൊടുക്കുക. കുഴപ്പമില്ല. കോപ്പി കൊടുക്കുന്നു, ബെസ്റ്റ് അടിക്കുന്നു. ഫോൺ ആക്സറീസ് ആണ് ഐറ്റം വരുന്നത്. ഫോൺ ആക്സറീസിൽ ഐറ്റം കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഇതൊക്കെ ക്ലീൻ ആക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ്, അത് വേണ്ട. ഫോൺ ആക്സറീസ് ആയിട്ട് കുറച്ച് കൊടുക്കാം. ഇമേജ് കൊടുക്കുന്നു, ജസ്റ്റ് ഞാൻ ഇമേജ് കൊടുക്കുന്നു ചെയ്യുന്നു. അതിനുശേഷം ഒരു ഗാലക്സി കൊടുക്കുന്നു, പിന്നെ ഇത് കൊടുക്കുന്നു, ഫോൺ കവർ കൊടുക്കുന്നു. ഇല്ല, പിന്നെ ഐറ്റം ഇല്ല തോന്നുന്നുണ്ട്. സോ എടുക്കുന്നു. ഇപ്പൊ 2 കളക്ഷനായി ക്രിയേറ്റ് ചെയ്തിട്ട്. സോ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒന്ന് പറയാമോ, കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായോ? ബ്രോ മനസ്സിലായി. ഓക്കെ, കളക്ഷൻ റെഡിയായി. ഏകദേശം 2 കളക്ഷൻ, ഇപ്പൊ ഏകദേശം ഇത്രയും കളക്ഷൻ അവൈലബിൾ ആണ്. അത് മതി കറന്റ്. നിങ്ങളാണെങ്കിൽ 2, 3, 4, 5 ക്രിയേറ്റ് ചെയ്യാട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഈ കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടന്റ്. ഓക്കെ, ഇതിൽ മെനൂസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മെയിൻ മെനു, ഫൂട്ടർ മെനു ആണ്, 2 ഓപ്ഷൻ ഉണ്ട്. മെയിൻ മെനു ക്ലിക്ക് ചെയ്യാം. ഇതില് നമുക്ക് വേണ്ട ഇത് ആദ്യം മെയിൻ മെനുവിൽ നമുക്ക് കളക്ഷൻ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കളക്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഏത് കളക്ഷൻ ആണ് വേണ്ടത് വെച്ചാല് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം സേവ് കൊടുക്കുക. അതിനുശേഷം ആഡ് മെനു കൊടുക്കുക, സെർച്ച് കൊടുക്കുക, കളക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ കൊടുക്കുന്നു. അതിനുശേഷം ഇലക്ട്രോണിക്സ് ആക്സറീസ് കൊടുക്കുക. സേവ് കൊടുക്കുന്നു. ഇത് നമുക്ക് കോണ്ടാക്ടേഴ്സും കാറ്റലോഗ്. കോണ്ടാക്ട് ഇവിടെ വേണ്ട ആവശ്യമില്ല. ട്രാക്ക് യുവർ ഓർഡറും വേണ്ട. കുറച്ച് കളക്ഷന്റെ നെയിം മാത്രം മതി. ഓക്കെ, കളക്ഷൻ കൊടുക്കുന്നു. ഇലക്ട്രോണിക് ആൾ കളക്ഷൻ അല്ലെങ്കിൽ ആൾ കളക്ഷൻ കൊടുക്കട്ടോ. ആൾ കളക്ഷൻ കൊടുത്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ. ഓക്കെ, സേവ് കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മെനൂസില്. ഇനി ഫൂട്ടർ മെനു പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫൂട്ടർ മെനു എന്താണെന്ന് വെച്ചാല് നമ്മളെ അവസാന പ്രൈവസി പോളിസി ഇല്ലേ, ആ സാധനമാണ്. ഇതില് പേജസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, പോളിസീസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം.
കോണ്ടാക്ട് ഇൻഫോർമേഷൻ ഒന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോറി ഇത് വേണ്ട നമുക്കിവിടെ. അതിനുശേഷം ഫസ്റ്റ് ഇതിന്റെ പേര് നോക്കണ്ട, ഇവിടെ കൊടുക്കുക. പോളിസീസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യാം. കോണ്ടാക്ട് ഇൻഫർമേഷൻ സേവ് കൊടുക്കുക. അടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു, പോളിസീസ് കൊടുക്കുക, പ്രൈവസി പോളിസി കൊടുക്കുന്നു, നെക്സ്റ്റ് അഡ്മിനേറ്റം കൊടുക്കുക, പോളിസീസ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി കൊടുക്കുക, സേവ് ചെയ്യുക. അതിനുശേഷം അഡ്മിനേറ്റ് കൊടുക്കുക, പോളിസീസ് കൊടുക്കുക, നെക്സ്റ്റ് ടേംസ് ഓഫ് സർവീസ് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും ആയാലും ഓക്കെ ആണ്. സേവ് കൊടുത്തേക്കാം. ഓക്കെ, ഇപ്പൊ ഏകദേശം അതും ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ ആണ്. ഇപ്പൊ ഈ ഭാഗത്തേക്ക് കണ്ടന്റ് കയറ്റത്. ഇനി നമുക്ക് സെറ്റിംഗ്സിന്റെ ഭാഗത്ത് കുറച്ച് റെഡി ആക്കാനുണ്ട്. ഇപ്പൊ കളക്ഷൻ ക്രിയേറ്റ് ചെയ്തു, ബാജസ് ആഡ് ചെയ്തു. ഓക്കെ, ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിംഗ്സിൽ കുറച്ച് പരിപാടി ഉണ്ട്. റിട്ടേൺ റീഫണ്ട് പോളിസി ആഡ് ചെയ്യുക, ടേംസ് ഓഫ് സർവീസ്. ഇതിപ്പോ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, ഇതിന്റെ ഉള്ളിലത്തെ കണ്ടന്റോളം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. സോ കണ്ടന്റോളം നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആക്ടിവേറ്റ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. സെറ്റിംഗ്സിലോട്ട് പോവുക. അതിനുശേഷം ഇവിടെ താഴോട്ട് വന്നാല് പോളിസീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി ക്ലിക്ക് ചെയ്യാം. ഇത് എന്ത് ചെയ്യുന്നത്, ഇത് ഇവിടെ കളഞ്ഞ ഒരു മിനിറ്റ്. ഇത് തെറ്റി ആഡ് ചെയ്തേക്കാണ്. ഇൻസേർട്ട് ടെംപ്ലേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസേർട്ട് ടെംപ്ലേറ്റ് കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റിട്ടേൺ 30 days മാറ്റിയിട്ട് ജസ്റ്റ് 5 days ആക്കി കൊടുക്കുക. ഇവിടെയും 5 days ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ 1, 2, 3 മൂന്നാമത്തെ പാരാഗ്രാഫിന്റെ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ വേണ്ട ആവശ്യമില്ല, കളയ. ഇനി ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും മാറ്റം വരുത്താണ്ടോ നോക്ക. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, 5 days ആക്കി കൊടുക്കുക. ഈ നമ്പർ റിട്ടേൺ പോളിസി ചിലയിടത്തൊക്കെ 14 ദിവസം ഒന്നും പിന്നെ കിടക്കുന്നുണ്ടാവും, അതുകൊണ്ടാ. ഓക്കെ, സേവ് കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ സേവ് കൊടുക്കുക. ഇത്രയുള്ള റിട്ടേൺ റീഫണ്ട് പോളിസി ചെയ്യാൻ. ഓക്കെ, ഓക്കെ. ക്ലിക്ക് ചെയ്യാം. ടേംസ് ഓഫ് സർവീസിലെ ഓക്കെ, ടേംസ് ഓഫ് സർവീസ് ഒന്നുമില്ല, ChatGPT പോയാലും കിട്ടും, അല്ലെങ്കിൽ ഇൻസേർട്ട് ടെംപ്ലേറ്റ് ചെയ്താലും കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇത് ഇൻസേർട്ട് ടെംപ്ലേറ്റ് അവിടെ കൊടുക്കുക. ഇവിടെ ഇത്രയും കാലം ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഈ അടിയിൽ ഈ 4 കളയാം, ഇവിടെ നിന്നുള്ള ഇതും കളയാം. ഓക്കെ, സേവ് കൊടുക്കുക. ഇത്ര പരിപാടികൾ സേവ് കൊടുക്കുക. അതിനുശേഷം ഷിപ്പിംഗ് പോളിസി എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. ഇപ്പോ നമുക്ക് ChatGPT പോയിട്ട് റൈറ്റ് ഷിപ്പിംഗ് പോളിസി ഇൻ മൈ സ്റ്റോർ എന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെ കൊടുക്കേണ്ടത് വെച്ചാല് റൈറ്റ് ഷിപ്പിംഗ് പോളിസി ഇൻ 5 days. പിന്നെ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കാം. 5 days ഷിപ്പിംഗ് പോളിസി ആണ് വേണ്ടത്. ഷോർട്ട് ആൻഡ് പ്രൊഫഷണലിലേക്ക് ആണ് തരാം. പ്രൊഫഷണൽ ആൻഡ് നോ റിട്ടേൺ ചാർജ്.
സീറോ ഷിപ്പിംഗ് ചാർജ്. കാരണം എന്താ വെച്ചാല് രണ്ടാമത് കറക്ഷൻ ചെയ്യാന്ന് കണ്ടല്ലോ, അതിനാണ്. ഓക്കെ, ഇത്ര വരുന്നുള്ളൂ. ഷിപ്പിംഗ് കോസ്റ്റ്, ഷിപ്പിംഗ് ഫീ, ഫ്രീ റിട്ടേൺ, റിട്ടേൺ ടു റിട്ടേൺ. കുറച്ച് ലോങ് ആയിക്കോട്ടെ. ലോങ് ആൻഡ് സെയിം കണ്ടന്റ്. സോ ഇത് ഞാൻ കോപ്പി ചെയ്യാം. ഹലോ, പറഞ്ഞോ. ഇത് നമ്മളിപ്പോ ഇതിന് മുന്നത്തുള്ള ഒരു വീഡിയോന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയല്ലേ ഇപ്പൊ ഈ ചെയ്യണത്? അല്ല, അതിന്റെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല അവൻ ക്ലാസ് നീട്ടിന്നുള്ളത്. അപ്പൊ പലർക്കും അതിൽ എന്ത് ഉണ്ടായില്ല, കറക്ഷൻ കിട്ടിയിട്ടില്ല, മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോയിസ് ക്ലിയർ അല്ല. അതുകൊണ്ടാണ്. ഓക്കെ ബ്രോ, വേറൊരു കേട്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ, അതായത് ഞാൻ സ്വന്തമായിട്ട് ഒരു വേൾഡ് ഗ്രോ എന്ന് പറയുന്ന ഒരു ആപ്പ് അറിയാമല്ലോ. എന്റെ പേര് ആദർശ് എന്നാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ബ്രോനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ആളല്ലേ ഞാൻ. ഇതൊന്നും ഇത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാണിക്കുന്നുണ്ടാവാ. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ മറ്റേ തീം കൊള്ളൂലെന്ന് എന്നോട് പറഞ്ഞല്ലോ, അതിന്റെ ക്രിയേറ്റ് ചെയ്തതില്. അത് എപ്പോഴാ ഇതിനകത്ത് തന്നെ കാണിക്കും ഈ ക്ലാസ്സിൽ? അതിനെ കാണിക്കും, തീം ആഡ് ചെയ്യുന്നതും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതും കാണിക്കും. ഇതിന്റെ വീഡിയോ ഫുൾ ക്ലാസ് മറ്റേ യൂട്യൂബിലും ഉണ്ടാവില്ലേ? നമ്മള് ലിങ്ക് ഷെയർ ചെയ്യും, പ്രൈവറ്റ് ലിങ്ക് ഷെയർ ചെയ്യും. ഓക്കെ ഓക്കെ, താങ്ക് യു. അത് ഡൗട്ട് ക്ലിയർ ചെയ്തതാണ്. ഞാനിപ്പോ ഓൺലൈനിലുണ്ട്. ഓക്കെ, താങ്ക് യു. ഷിപ്പിംഗ് ലൊക്കേഷൻ ഓൺലി ഇന്ത്യ. കൊടുക്കാം, പേസ്റ്റ് അടിക്കാം, കളഞ്ഞ പബ്ലിഷ് കൊടുക്കാം. ഇപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വരുന്നത് കോണ്ടാക്ട് ഇൻഫർമേഷൻ ആണ്. ഇത് ഓൾറെഡി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇത് സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാൻ എങ്ങനെയാ വെച്ചാല് ഇത് കളയാം. ഇത് പിന്നെ ഓർഡർ ആഡ് ചെയ്തോണ്ട് പറഞ്ഞേ. ഇനിഷ്യേറ്റ് ടെംപ്ലേറ്റ് കൊടുക്കുക. ഫ്ലൈറ്റ് നമ്പറും വാർഡ് നമ്പറും എന്ത് ചെയ്യാ, കളയാം. ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. സേവ് കൊടുക്കാം. ഇപ്പൊ ഏകദേശം എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ സെറ്റിംഗ്സിന്റെ ഭാഗത്ത് ചെയ്യേണ്ടത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് എവിടെയാന്ന് വെച്ചാല് നമ്മുടെ ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി ചെക്ക്ഔട്ട്, അല്ല പേയ്മെന്റ്സിന്റെ അവിടെ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഓൾറെഡി ക്യാഷ് ഓൺ ഡെലിവറി ആക്ടിവേറ്റ് ആണ്, പക്ഷെ എഡിറ്റ് കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഡീആക്ടിവേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാം. ആനുവൽ പേയ്മെന്റ് മെത്തേഡ് കൊടുക്കുന്നു. ക്യാഷ് ഓൺ ഡെലിവറി COD എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യാം, ആക്ടിവേറ്റ് കൊടുക്കുന്നു. ഇത്ര തന്നെ ഉള്ളു. സോ ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ചെക്ക്. ഹലോ ബ്രോ, ഹലോ ബ്രോ.
ഹലോ ബ്രോ. സ്ക്രീൻ കാണുന്നുണ്ടാവില്ലേ? ഹലോ, ഇത് ആരൊന്നും ഉണ്ടായിരുന്നേ? ഹലോ ബ്രോ, നെറ്റ് പോയിരുന്നു. ഹലോ ഹലോ, കേൾക്കുന്നില്ല? ഹലോ, കേക്കണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇപ്പൊ ഇത്ര നേരം പറഞ്ഞൊന്നും കണ്ടില്ല. ഇല്ല ബ്രോ, ബ്രോന്റെ നെറ്റ് പോയി. അല്ല, ഞാൻ അവൈലബിൾ ആയിരുന്നല്ലോ. ഓക്കെ ഒന്നും കാണുന്നില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഏതൊരു പറഞ്ഞു കേട്ടത്? വീഡിയോ ഓഫ് ആക്കണതിന് മുമ്പ് വരെ കേട്ടായിരുന്നു. അതെ, ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് നെറ്റ് കണക്ഷൻ എന്തോ പോയ സമയത്ത് പോയതാ. അതെന്താന്ന് അറിയില്ല. ഞാൻ ഇപ്പോൾ കേൾക്കുന്ന വിചാരിച്ചേ. ഇതുവരെ കേട്ടിട്ടുണ്ടാവാ സെറ്റിങ്സില് നമ്മുടെ ഇതുവരെ നമ്മുടെ പേയ്മെന്റ്സിന്റെ അവിടെ ക്യാഷ് ഓൺ ഡെലിവറി ചെക്ക്ഔട്ടിന്റെ ഭാഗം കേട്ടുന്നുണ്ടാവാം. ആ ചെക്ക്ഔട്ടിന്റെ ഭാഗം പറഞ്ഞു ഇതുവരെ ഫുൾ നെയിം ലാസ്റ്റ് നെയിം റിക്വയർ ആക്കിയിട. അതേപോലെ തന്നെ ഷിപ്പിംഗ് അഡ്രസ് ഫോൺ നമ്പർ റിക്കോർഡ് ആക്കിയിട. ഓക്കെ, പിന്നെ ഇവിടെ ഒന്നുമില്ല, എല്ലാവരും ഓക്കെ ആണ്. സോ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവിടെ ഓൺലൈൻ സ്റ്റോർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക, ഓൺലൈൻ സ്റ്റോറിൽ വരിക. അതിനുശേഷം നമുക്ക് വേണ്ട തീം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ട് തീം കൊടുക്കുക. അപ്ലോഡ് സിപ്പ് ഫയൽ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ആഡ് ഫയൽ വിടുക. നമ്മുടെ തീം ഏതാണോ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി ഷ്രൈൻ പറഞ്ഞൊരു 3 ഷൈൻ അല്ലെ പ്രസ്റ്റീജ് പറഞ്ഞ തീം എടുത്തിട്ടുണ്ട്. ഓപ്പൺ കൊടുക്കുക, അപ്ലോഡ് ഫയൽ കൊടുക്കുക. ഞാൻ ഇവിടെ ഓൾറെഡി അത് ആഡ് ചെയ്തിട്ടുണ്ട്, അതാണ് കാണിക്കാത്ത. ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ഫയൽ എടുത്താലും തന്നെ കുറച്ച് ടൈം ആകുമ്പോൾ അപ്ലോഡ് ആയി വരും. സോ നമുക്ക് ഇതിന് കസ്റ്റമൈസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ കസ്റ്റമൈസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടാവാം. നമുക്ക് ഇതിൽ എന്താണ് പ്രശ്നം പറഞ്ഞുതരാം. ഏത് ക്ലിക്ക് ചെയ്താലും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതായത് ഇപ്പൊ അനൗൺസ് സംതിങ് ഹെയർ, ഇവിടെ എന്തെങ്കിലും അനൗൺസ്മെന്റ് ബാർ കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് അനൗൺസ്മെന്റ് ബാറിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. ഒന്നല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഷിപ്പിംഗ്, ഫ്രീ ഡെലിവറി, ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ, അങ്ങനത്തെ ഉള്ളത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ചേച്ചിട്ട് പോയിട്ട് അനൗൺസ്മെന്റ് ബാർ സംതിങ് അനൗൺസ്മെന്റ് ബാർ സെൻഡ് ചെയ്യണം. ഇതാണ് കോപ്പി ചെയ്യാം. ഒന്നല്ലെങ്കിൽ അന്നത്തെ ഫെസ്റ്റിവൽ ഏതാണ് അതിനനുസരിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ആയിട്ട് അത് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ പെസ്റ്റ് അടിച്ചു. ഇതാണ് ഞാൻ അനൗൺസ്മെന്റ് ബാർ വരുന്നത്. ഓക്കെ, ഇതിന്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ചോപ്പാക്ക, വെള്ളാക്ക, നീലാക്ക, ഏതാണ് ചെയ്യാം. സേവ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇവിടെ ലോഗോ ആഡ് ചെയ്യണം. ലോഗോ ആഡ് ചെയ്യാൻ നിങ്ങൾ ലോഗോ ഏതാ വെച്ചാൽ remote.pg സെർച്ച് ചെയ്യുക ഗൂഗിളിൽ പോയിട്ട്. ബാക്ക്ഗ്രൗണ്ട് remote.pg
സോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ അതിൽ ഫോട്ടോ ഇട്ടാല് ലോഗോന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. അതിനുശേഷം ഇവിടെ കൊണ്ടുപോയിട്ട് ലോഗോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, കാരണം ലോഗോ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത. സോ അതിനുശേഷം ഇവിടെ സൈഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതേപോലെ തന്നെ ഇവിടെ സ്ലൈഡ് ടൈറ്റിലും ടെൽ യുവർ സ്റ്റോറി മാറ്റാനുള്ള ഒരു ഓപ്ഷൻ വരും. അതായത് സബ് ഹെഡിങ്ങും ഹെഡിങ്ങും. ഓക്കെ, അപ്പോ സബ് ഹെഡിങ്ങും ഞാൻ കാണിച്ചു തരാം. സബ് ഹെഡിങ്ങും ചേച്ചിപ്പിനോട് വെച്ചാൽ മതി. ഹെഡിങ് ഞാൻ കോപ്പി ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ വരുന്ന സംഭവം ആട്ടോ, ഇതൊന്നും വലിയ ടാസ്ക് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. സബ് ഹെഡിങ് കൊടുത്തു. ഇനി ഹെഡിങ് കൊടുത്തു, ഇനി സബ് ഹെഡിങ് കൊടുക്കണം. ഇതും കൊടുത്തു. സേവ് കൊടുക്കുന്നതിന് മുന്നായിട്ട് സേവ് കൊടുത്തോ നമുക്ക് വേണ്ട ഇമേജസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. സെലക്ട് കൊടുക്കുക. ഇവിടെ വേണ്ട, ഇത് വേണ്ട. എക്സ്പ്ലോർ ഫ്രീ ഇമേജസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഏതാச்சுം സെർച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ഷോപ്പ് ലോക്കൽ എന്നൊക്കെ കണ്ടതിൽ ഒരുപാടുണ്ടാവും. ഇതിലേതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. ഓക്കെ, മോറോട് തന്നെ ഉണ്ടാവും ഒരുപാട് ഐറ്റംസ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഗാഡ്ജറ്റ്സ് അപ്പൊ അതിനനുസരിച്ചുള്ള ഇമേജസ് വരും. ഇതൊന്ന് ആഡ് ചെയ്തെടുക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏതാச்சுം ഇമേജ് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ലുക്ക് തന്നെ മാറിയില്ല സ്റ്റോറിന്റെ. അപ്പൊ നെക്സ്റ്റും ഇതേപോലെ ചെയ്യണം. ഇതിന് 2 സ്ലൈഡാണ് വരിക. അതായത് ഇപ്പൊ ഇതാണ് ഒരു സ്ലൈഡ് വരുന്നത്, ഇതാണ് സെക്കൻഡ് സ്ലൈഡ് വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഇതേപോലെ ആഡ് ചെയ്യാൻ കാണിക്കും, സ്ലൈഡ് ടൈറ്റിലും സബ് ഹെഡിങ്ങും ഹെഡിങ്ങും ഒക്കെ. അപ്പൊ ഇതും അതേപോലെ ചെയ്ത് കൊടുക്കണം. ഹെഡിങ് ഇത് കൊടുത്താന് ഹെഡിങ് എടുത്തു. സെയിം തന്നെ കേട്ടോ, വേറെ വ്യത്യാസമില്ല, സെയിം സാധനം തന്നെ. ഹെഡിങ് കൊടുത്തു. സബ് ഹെഡിങ്ങും ഇതേ സാധനം എടുത്തു. അതിനുശേഷം ഇമേജസ് ഇവിടെ സെലക്ട് ചെയ്തു. അല്ല, ഇവിടുന്നല്ല, ഫ്ലോർ ഫ്രീ ഇമേജസ് കൊടുത്തു. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ജസ്റ്റ് accessories ഈ ഇമേജ് സെലക്ട് ചെയ്തു. ഇതും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. സെലക്ട് കൊടുക്കാൻ മറക്കരുത്, സെലക്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ സൈറ്റ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇത് സേവ് കൊടുത്തു. സേവ് കൊടുക്കാൻ മറക്കരുത്, കാരണം കൈ തട്ടിയിട്ട് അങ്ങനെ ബാക്ക് അടിഞ്ഞു പോകാൻ രണ്ടാമത് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോ ഇവിടെ എന്ത് ചെയ്താ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓക്കെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഫ്യൂച്ചേർഡ് കളക്ഷൻസ് ആണ്. ഇനി ഇവിടെ കളക്ഷൻ നടത്തുന്നതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള്. കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെയും ഓരോന്ന് ആഡ് ചെയ്യാൻ, ഈ സെയിം സാധനം ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ഫ്യൂച്ചേർഡ് കളക്ഷൻ ഇതാണോ ഫ്യൂച്ചേർഡ് കളക്ഷൻ ഒരു കളക്ഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണിക്കുന്നത്. അതായത് ഒരു കളക്ഷനിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ട് അതൊക്കെ ഇവിടെ കാണിക്കും. അതിനുള്ള ഓപ്ഷനാണ്. ഇപ്പൊ കളക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സെലക്ട് കളക്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് വുമൺ സ്മാർട്ട് കിഡ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ആ കളക്ഷനിലുള്ള എല്ലാ പ്രൊഡക്ട്സും ഇവിടെ ആഡ് ആയി. ഓക്കെ, സേവ് കൊടുത്തു. അതിനുശേഷം വേറൊരു എന്തൊരു ഇവിടെ വന്നാൽ ഫ്യൂച്ചർ കളക്ഷൻ നെയിമില്ല, ഇതൊന്ന് കളഞ്ഞാണ്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ വേറെ വ്യത്യാസമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണും. ഓക്കെ, സേവ് കൊടുത്തു. ഇനിയും കളക്ഷൻ ലിസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ എക്സ്ട്രാ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് അങ്ങനെ കാണാൻ പറ്റും. കേട്ടോ, ആഡ് കളക്ഷൻ. ഓക്കെ, ആഡ് ചെയ്യെങ്കിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് കളക്ഷൻ ലിസ്റ്റ് ആണ്. ഓരോരോ 3-4 കളക്ഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം. നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുത്തില്ലേ, ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കാണിക്കും. നമ്മൾ ആ മറ്റേ സൈഡ് ബാർ മെനുവിൽ ആഡ് ചെയ്ത് കൊടുത്തില്ലേ, ഇലക്ട്രോണിക് കാറ്റലോഗ് ആൾ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനമാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോരോ കളക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോരോ കളക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. സബ് ഹെഡിങ്ങും കളയുന്നു, കളക്ഷൻ നെയിമും കളയുന്നു. കളക്ഷൻ ഓൾറെഡി ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ നെയിം വരും. സെലക്ട് കൊടുത്തു. ഇലക്ട്രോണിക്സിന്റെ ഒരു കളക്ഷൻ ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഈ ഒരു കളക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഈ സെയിം സാധനം തന്നെ സബ് ഹെഡിങ് ഞാൻ കളഞ്ഞു, കളക്ഷൻ നെയിം ഞാൻ കളഞ്ഞു. സെലക്ട് കൊടുത്തു, ആക്സസറീസിന്റെ ഇത് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഇതും കളയാൻ പോവാണ്. സബ് ഹെഡിങ് കളഞ്ഞു, കളക്ഷൻ നെയിമും കളഞ്ഞു. സെലക്ട് കൊടുത്തു. ഒരു പുതിയ സ്മാർട്ട് അഡ്വാൻസ് എന്ന് പറഞ്ഞ കളക്ഷൻ ഞാനും കൊടുത്തു. ഓക്കെ, സേവ് കൊടുത്തു. ഇപ്പൊ നമ്മൾ എന്തായി സ്റ്റോറിന്റെ വ്യൂ നമുക്ക് ഫോണിൽ കൂടെ നോക്കുമ്പോ വ്യൂ നോക്കി ഇതാണ് ഫോണിൽ വ്യൂ ഉണ്ടാവുക. ഇതാണ് ഒരു വെബ്സൈറ്റ് വരുന്ന. ഓക്കെ, ഡേറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി പഴയ രീതിയിൽ പോവാം. ഓക്കെ, ഇനി ഇവിടെ ഫ്യൂച്ചേർഡ് പ്രൊഡക്റ്റ്. ഈ ഫ്യൂച്ചർ പ്രൊഡക്റ്റ് പറഞ്ഞാൽ എന്താ വെച്ചാല് ഇത് കളഞ്ഞിട്ടോടെ ഫ്യൂച്ചർ പ്രൊഡക്റ്റ്. ഇവിടെ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം ആഡ് ചെയ്യുന്ന സ്ഥലമാണ് ഫ്യൂച്ചർ പ്രൊഡക്റ്റ് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ഈ ആസ്ട്രോൺ ഗാലക്സി പ്രൊജക്ടർ പറഞ്ഞ സാധനം ആഡ് ചെയ്ത് കൊടുക്കുക. സേവ് കൊടുക്കുക. അതിനുശേഷം ഈ ഹെഡിങ് സബ് ഹെഡിങ് പറഞ്ഞിട്ട് കുറച്ച് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് സബ് ഹെഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് 2000 ഇത് ആക്ച്വലി തീം വേറൊരു തീം ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കും. ഈ ആർട്ടിക്കിൾ ആഡ് ചെയ്യുക അതൊന്നും നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതെങ്ങനെ ഹൈഡ് ചെയ്യാന്ന് വെച്ചാല് ഇവിടെ വന്നിട്ട് ഐഡിയന്റെ ഭാഗം ഏതാണോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഹൈഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. ടോട്ടലി അവിടെ പോയിക്കോളും. അതേപോലെ ഈ ആർട്ടിക്കിളിന്റെ ആവശ്യം നമുക്കില്ല. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഹൈഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഹൈഡ് ചെയ്യും. ഇനി ഹൈഡ് ചെയ്ത സാധനം എടുക്കാനാണെങ്കിൽ കണ്ടോ ഇവിടെ ഉണ്ടാവും ഇങ്ങനെ കണ്ണ് തെറ്റി ഇങ്ങനെ വരട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. സെയിം തന്നെ ക്ലിക്ക് ചെയ്താൽ രണ്ടാമത് വീണ്ടും വരും അത്. പക്ഷെ ഷോപ്പ് ഓവർലാപ്സ് നമുക്ക് ആവശ്യമാണ്. ക്ലിക്ക് ചെയ്യുക. ഇതെന്താ വെച്ചാല് ഇപ്പോ ഒരു പ്രൊഡക്റ്റിന്റെ ഇമേജ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഈ വാട്ടർ ബോട്ടിലിന്റെ ഇമേജ് ഞാൻ ആഡ് ചെയ്തു, ഡൺ കൊടുത്തു. എനിവേ ഈ ഒരു പ്രൊഡക്റ്റില് ഞാൻ ഇവിടെ ഈ കുപ്പിയുടെ പ്രൊഡക്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് മോട്ടിവേഷൻ സ്ലിപ്പർ ബോട്ടിലിന്റെ ഇമേജ് ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇമേജ് അല്ല, പ്രൊഡക്റ്റിന്റെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിലോട്ടാണ് പോകേണ്ടത്. സോ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇത് ഞാൻ കൊടുത്തു, സേവ് കൊടുത്തു. നെക്സ്റ്റും അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വേറൊരു പ്രൊഡക്റ്റിന്റെ ഇമേജ് ഇത് കൊടുക്കുമ്പോൾ ഇത് കൊടുത്തു, ഡണ്ണ് കൊടുത്തു. സെലക്ട് കൊടുത്തു. ഏതാണ് ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം. ഇതാണ് ആ പ്രൊഡക്റ്റ്, അതുകൊണ്ട് സെലക്ട് ചെയ്യും. സേവ് കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് ടൈം ഒക്കെ വലിയ ടാസ്കുകൾ തോന്നും, പക്ഷെ ഇത്ര ടാസ്കിൽ പരിപാടി ഒന്നല്ല. ഓക്കെ, ഇവിടെയാണ് നമ്മൾ കണ്ടോ ഫൂട്ടർ മെനു നമ്മൾ അവിടെ ആഡ് ചെയ്ത് കണ്ടില്ലേ. സെർച്ച്, കോണ്ടാക്ട് ഇൻഫർമേഷൻ, പ്രൈവസി പോളിസി, റീഫണ്ട് പോളിസി, ടേംസ് ഓഫ് സർവീസ്, ഇത് നമ്മൾ അവിടെ ആഡ് ചെയ്ത സാധനങ്ങളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇത് ഇവിടെ വന്നത് ഫൂട്ടർ മെനുവിൽ. ഓക്കെ, സോ ഫൂട്ടർ മെനു ഓൺ കിടക്കട്ടെ. ഫൂട്ടർ മെനുവില് ഒരു കാര്യം ചെയ്യാൻ ഓക്കെ, ഈ ന്യൂസ് ടെല്ലർ ഇവിടുന്ന് കളഞ്ഞിട്ട്
സ്റ്റെല്ലർ ഹൈഡ് ചെയ്തിട്ട് ഇതിന്റെ മേലെ ഒരു ന്യൂസ് സ്റ്റെല്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ഉണ്ടാവും? ഇവിടെ ആഡ് നമുക്ക് എന്നാ പറഞ്ഞല്ല അതിന് എക്സ്ട്രാ ഇനിയാണ് കളിയുന്നത്. അതായത് നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ എന്തെങ്കിലും കളക്ഷൻസ് കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ ഇവിടെ ആഡ് സെക്ഷൻ പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുണ്ടോ ഫ്യൂച്ചർ പ്രോഡക്റ്റ് ആഡ് ചെയ്യണോ, സെന്റിവിറ്റി പ്രോഡക്റ്റ് ആഡ് ചെയ്യണം, ഷോപ്പ് നോ കൊടുക്കണം, പുതിയൊരു ഷോപ്പ് അല്ലും ആഡ് ചെയ്യണം, ന്യൂസ് ടെല്ലർ ആഡ് ചെയ്യണം, മാപ്പ് ആഡ് ചെയ്യണോ, ടൈം സെക്ഷനിൽ ആഡ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഇനിയും ഉണ്ട് ഇതിൽ. ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ അത്ര വലിയ ഇതും ആക്കണ്ട. ഓക്കെ, സ്ലൈഡ് ഷോ ഇനി ആഡ് ചെയ്യണം, ആഡ് ചെയ്യാം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ന്യൂസ് ലെറ്റർ എന്ന സാധനം ആഡ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇവിടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഇതിനൊരു ഇമേജ് സെലക്ട് ചെയ്യാൻ പോവാണ്. ഇതിൽ കൊടുത്ത് ജസ്റ്റ് നാച്ചുറൽ കൊടുത്ത് കുഴപ്പമില്ലാത്തൊരു ഇമേജ് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. സെലക്ട് കൊടുത്തു, അതിന്റെ രൂപം തന്നെ മാറിയില്ലേ. ഇവിടെ കേട്ടോ ഈ പവർഡ് ബൈ ഷോപ്പിഫൈ ഇതെങ്ങനെയാ മാറ്റാന്ന് പറയാം കേട്ടോ, കാരണം ആൾക്കാർ ഷോപ്പിഫൈ വെബ്സൈറ്റ് ആണ് മനസ്സിലാക്കും. അബൌട്ട് ദി ഷോപ്പ് വേണമെങ്കിൽ ഇത് കളയാം, ഇത് കളഞ്ഞിട്ട് നമുക്ക് അബൌട്ടസ് ചോദിക്കാം. അബൌട്ടസ് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇത് തോന്നുന്നുണ്ടാവും. ഷോർട്ട് about us. ഇത്ര about us എടുക്കുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, ആഡ് ചെയ്യുക. കേൾക്കുന്നില്ലേ? ക്ലാസ് കേൾക്കുന്നില്ലേ? ഹലോ ഉണ്ട് ബ്രോ ഉണ്ട്. ഓക്കെ, സേവ് കൊടുക്കുക. സോ ഇവിടെ ഏകദേശം എല്ലാം ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ സെറ്റിംഗ്സ് ഉണ്ട് ഇവിടെ, ടീം സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നോക്കാം ഇതില് ടീം കസ്റ്റമൈസ് വന്നിട്ട് സോഷ്യൽ മീഡിയ ഈ ഫെവിക്കോൺ ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തോ. ഗൂഗിളിൽ നിങ്ങളുടെ സൈറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ലോഗോ ഒന്നും ഇല്ലാതാണെങ്കിൽ നിങ്ങളുടെ ലോഗോ ഇവിടെ സെലക്ട് കൊടുത്തിട്ട് ഫെവിക്കോണിൽ നിങ്ങൾ ലോഗോ ആഡ് ചെയ്യാം. ഓക്കെ, ഫെവിക്കോൺ നിങ്ങൾ ഫ്ലിപ്കാർട്ട് ആയിരിക്കും ഫ്ലിപ്കാർട്ടിന്റെ ചിഹ്നം വരുന്നില്ല, അതേമാതിരി നിങ്ങളുടെ സൈറ്റിന്റെ ചിഹ്നം വരുന്നെങ്കിൽ ഫെവിക്കോൺ ആഡ് ചെയ്യാവുന്നതാണ്. കറന്റ് ഫോർമാറ്റ് കളേഴ്സ് ഇവിടെ ഫൂട്ടർ ന്യൂസ് ടെല്ലർ ബാക്ക്ഗ്രൗണ്ട് സെക്കൻഡറി എലിമെന്റ്സ് പ്രൊഡക്റ്റ് ഫൂട്ടർ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്. ഓക്കെ, ഇതിന്റെ ഇത് മാറ്റം കാരണം ഇതല്ലേ, ഇത് ചെറിയൊരു അലമ്പ് പോലെ ഉണ്ട് അതോടെ. ഓക്കെ, ഇതിന്റെ ടെക്സ്റ്റ് കളർ ഒന്ന് മാറ്റി വെക്കാം, ടെക്സ്റ്റ് ബ്ലാക്ക്. ഈ കളർ മാറ്റി ബ്ലാക്ക് ആക്കി വെക്കാം. ഓക്കെ, കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ ഏകദേശം സൈറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, സോ പുള്ളിക്ക് അറിയില്ല സ്റ്റോർ കണക്ട് ചെയ്തോന്ന് അറിയില്ല, ഗൂഗിളിൽ അവൈലബിൾ ആണെന്ന് ആക്കിയില്ല, ഡൊമൈൻ കണക്ട് ചെയ്ത് നമുക്ക് അറിയില്ല. ഇപ്പൊ ഏകദേശം സ്റ്റോർ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, പുറത്തുനിന്ന് ഒരാള് നോക്കുകയാണെങ്കിൽ അടിയിൽ ഷോപ്പിഫൈന്റെ വാട്ടർമാർക്ക് എങ്ങനെയാ മാറ്റണ്ടെന്ന് പറഞ്ഞു. അത് ഇപ്പോഴല്ല, ഇതിലല്ല കാണിച്ച. ഓക്കെ, ഇതെല്ലാം ആഡ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ വ്യൂ പ്രൊഡക്റ്റ് നോക്കി നമുക്ക് ഇനി പ്രൊഡക്റ്റിന്റെ പേജിലൊക്കെ ഒന്ന് പോയി നോക്കാം, എന്താ അവസ്ഥ അറിയണ്ടേ. നമുക്ക് ജസ്റ്റ് ഇതാണ് ഇപ്പൊ കറന്റ് സ്റ്റോർ വരുന്നത്, ടോട്ടൽ സ്റ്റോർ വരുന്നത്. ഓരോന്നിന്റെ കണ്ടോ, കാറ്റലോഗ്, ഇലക്ട്രോണിക് ആക്സസറീസ്, ആൾ കളക്ഷൻസ് കൂടെ ഉണ്ട്. പിന്നെ അതേപോലെ ഓക്കെയാണ്. നമ്മൾ ജസ്റ്റ് ഈ ഇലക്ട്രോണിക്സിന്റെ ഇതിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ അതിൽ ആഡ് ചെയ്ത പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ. സോ ഇതിൽ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുക,
ഒരാൾക്ക് വന്നിട്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് അങ്ങനെ ഇത് ഇതിലായണ്ടോ അങ്ങനെ. ഓക്കെ, ഫോൺ ടൈപ്പ് നോക്കിയപ്പോൾ ഫോൺ ടൈപ്പ് ആണ് ഇങ്ങനെ വരുന്നത്. ബൈനോ ഇതൊക്കെ നമുക്ക് മേലെ കൈ കൊടുക്കാനുള്ളൂ, വലിയ പണിയൊന്നുമില്ല. ഓക്കെ, സോ അത് ഇത്രയുള്ള വരുന്നത്. പിന്നെ ഓക്കെ, ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് നമുക്കിത് പബ്ലിഷ് ചെയ്യണം. ഇവിടെ തന്നെ പബ്ലിഷ് ഓപ്ഷൻ ഉണ്ട്, ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എക്സിറ്റ് അടിക്കാം. അതിനുശേഷം ഇവിടെ നമ്മളിപ്പോ കസ്റ്റമൈസ് ചെയ്ത ഇതുണ്ടല്ലോ, ഇതുണ്ട് ഇവിടെ പബ്ലിഷ് പ്രസ് ചെയ്ത് ഇത് കൂടെ കൊടുക്കുക, പബ്ലിഷ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ സ്റ്റോർ പബ്ലിഷ് ആയിട്ടുണ്ട്. പുള്ളി ഡൊമൈൻ കണക്ട് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഡൊമൈൻസ് കണക്ട് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട് പുള്ളി. കണക്ട് ചെയ്തിട്ടുണ്ട്. അർബൻ ലൂട്ട് സ്റ്റോർ അല്ലേ. നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. എന്റെ ഫോണിലാണെങ്കിൽ ഒന്നുകൂടി കാണാൻ ലാപ്പിലായിട്ട്. അർബൻ ലൂട്ട് സ്റ്റോർ അല്ലേ. ഓക്കെ, പുള്ളിയുടെ സ്റ്റോർ ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് പുള്ളിയുടെ സ്റ്റോർ വരുന്നത്. ഇത് ഒരാൾക്ക് കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത് ഇവിടുത്തെ എക്സസൈസ് ഒക്കെ വന്ന് ഇതിൽ നമുക്ക് പ്രൈസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ. ഇപ്പൊ ഒരു 100 മുതൽ 600 വരെയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റുകൾ അങ്ങനെ ഓരോന്ന് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പ്രൈസ് ഹൈ ടു ലോ അങ്ങനെ തിരിച്ചെടുക്കാം. ഓക്കെ, സ്റ്റോർ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പവർഡ് ബൈ ഷോപ്പിഫൈ മാറ്റാനുള്ള വാട്ടർമാർക്ക് ഞാൻ കാണിച്ചുതരാം. ഇവിടെ നമുക്ക് 3 ഡോട്ട് ഇവിടെ ഉണ്ടോ, ഇവിടെ 3 ഡോട്ട് ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഡിഫോൾട്ട് തീം കണ്ടന്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഉണ്ടോ മാറ്റാം. ഇവിടെ ജസ്റ്റ് സെർച്ച് ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതുണ്ടോ, പവേർഡ് ബൈ ബ്രാൻഡ് നെയിം ക്ലിക്ക് ചെയ്യാം. പവേർഡ് ബൈ അർബൻ ലൂട്ട്. അങ്ങനല്ലേ, അർബൻ ലൂട്ട്. ഓക്കെ, സേവ് കൊടുക്കുക. ഇനി നമുക്ക് മാറിക്കുമ്പോൾ ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഒന്നുകൂടി സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പവർഡ് ബൈ ഓക്കെ മാറ്റി. ഇവിടെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. ഇവിടെ മാറ്റി കൊടുക്കാൻ. പവർഡ് ബൈ അർബൻ ലൂട്ട്. സേവ് കൊടുക്കുക. ഓക്കെ ആയിട്ടുണ്ട്. നമുക്കത് ഉണ്ടോ നോക്കി ഒന്നുകൂടി ഗൂഗിൾ സെർച്ച് ചെയ്തോക. പവർഡ് ബൈ അർബൻ ലൂട്ട്. ഓക്കെ, അത് ഓക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ? സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഞാൻ വരുന്ന ഏത് തീം ഇട്ടിട്ടും ഇതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പറയുന്നത് മനസ്സിലായില്ലേ? അപ്പൊ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ അല്ലേ? ഹലോ, ആരും ആളില്ലേ?
ഓക്കെയാണ് ബ്രോ, ഓക്കെ. കേൾക്കുന്നുണ്ട് ബ്രോ, കേൾക്കുന്നുണ്ട്. ഓക്കെ. നമ്മളെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനെന്ത് ചെയ്യാ, റെക്കോർഡ് ഗ്രൂപ്പിൽ അയച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാൻ തീം ഫയലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ.